ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക് അഥവാ ജാപ്പനീസ് ഇൻ്റർവെൽ വാക്കിംഗ് ട്രെയിനിങ്, IWT എന്നും പറയാം. ജാപ്പനീസ് വാക്കിംഗ് ടെക്നിക് എന്താണെന്ന് പറയും മുന്നേ ഒരു കാര്യം പറയാം. ജപ്പാനിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇത്ര യങ്ങായിട്ടും എനർജറ്റിക് ആയിട്ടും ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്നറിയൂ? അതവരുടെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അവരുടെ ഡയറ്റ്, അവരുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, എന്നിട്ട് അവരുടെ എക്സസൈസ്. അവരുടെ എക്സസൈസിൽ വരുന്നൊരു കാര്യമാണ് ഈ വാക്കിംഗ് ടെക്നിക്. ഈ ടെക്നിക് വളരെ സിമ്പിളാണ്, പക്ഷേ മോർ എഫക്റ്റീവ്. ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ 3 മിനിറ്റ്സ് ബ്രിസ്ക് വാക്കിംഗ് ആണ്. ബ്രിസ്ക് വാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ശരീരമൊക്കെ അങ്ങ് ഇളക്കി ആഞ്ഞങ്ങ് നടക്കുക. ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 3 മിനിറ്റ്സ് അങ്ങ് നടക്കുക. എടാ ഓടൊന്നും വേണ്ട, ദിവസം ഒരു അരമണിക്കൂർ ഇങ്ങനെ ബ്രിസ്ക് ആയിട്ട് നടന്നാൽ മതി. എടാ ഈ നാട്ടും പുറത്ത് നല്ല കാറ്റൊക്കെ ശ്വസിച്ച് ചുമ്മാ അങ്ങ് നടന്നാൽ മതി, ആരോഗ്യം നന്നാവും. ബിജുമേനൻ പറഞ്ഞ പോലെ ബ്രിസ്ക് ആയിട്ട് അങ്ങ് നടക്കണം. ആദ്യത്തെ 3 മിനിറ്റ്, അടുത്ത 3 മിനിറ്റ് സ്ലോ ആയിട്ടുള്ള നടത്തം. അപ്പോൾ ബ്രിസ്ക് ആൻഡ് സ്ലോ ഇതാവുമ്പോഴാണ് ഒരു കൗണ്ട് ആവുന്നത്. ഇതുപോലെ 5 കൗണ്ട് ചെയ്യണം. 5 കൗണ്ട് ആകുമ്പോഴാണ് 30 മിനിറ്റ് ഇതിൽ വരുന്നത്. ഇത് 30 മിനിറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സമയമുള്ളവർ 1 മണിക്കൂർ വരെ ചെയ്യാം, പ്രശ്നമില്ല. ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേയും ശേഷവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഇതിനു വേണ്ടി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം, ഒന്ന് സിമ്പിളായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ പോകുന്നു, ആ ഗ്ലാസ്സിനെ കഴുകാറില്ല. എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പോകണു എന്ന് പറഞ്ഞാണ് അന്ന് കഴുകുന്നത്. ഇതുപോലെ നമ്മളെ ബോഡിയെ ഒന്ന് പ്രിപ്പയർ ആക്കണം. വലുതായിട്ടൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് സിമ്പിൾ സ്ട്രെച്ചസ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ വാക്കിംഗ് ഒരു 5-10 മിനിറ്റ് ഒരു ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഒരു കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് ഒരു 5-10 ബ്രീത്ത് എടുക്കാം. ഇതെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വാക്കിങ്ങിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും. പിന്നെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ആവും. ഇനി നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം എന്നും ഫ്രഷും യങ്ങും എന്നും നമ്മളോട് പുഞ്ചിരിക്കും. ഇത് ഹാർട്ടിന് വളരെ നല്ലൊരു മസാജ് കൂടെയാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് യൂസ്ഫുള്ളാണ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും, പെട്ടെന്നൊന്നും നമുക്കൊരു അസുഖവും വരില്ല. പിന്നെ നമ്മുടെ സ്ലീപ്പും ഇമ്പ്രൂവ് ആവും. മസിൽ ആൻഡ് ജോയിൻറ്റ് ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ്. നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്ത് ഫാറ്റ് കുറയ്ക്കാനും ഇത് യൂസ്ഫുള്ളാണ്. ബ്ലഡിലെ ഷുഗർ ലെവൽ മാനേജ് ചെയ്ത് ഹൈ ഷുഗർ കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഇതുകൂടാതെ ഒരുപാടധികം ഗുണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് കമൻറ്റിലൊന്ന് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ.